വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സുവിശേഷത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാന ചിന്ത നാം ഓരോരുത്തരും രാജകീയ പുരോഹിതവർഗമായി ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. എന്നാൽ ദൈവരാജ്യ പ്രവർത്തനത്തിലും നിർമ്മിതിയിലും തൽപരരാകുമ്പോൾ അവയൊന്നും തന്നെ ഈ ഭൂമിയിൽ നമുക്ക് സുരക്ഷിതത്വം ഉറപ്പു തരുന്നില്ല. സുവിശേഷത്തിൻ്റെ പ്രഘോഷകരായി കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരോട് പറയുന്നത്, ചെന്നായ്ക്കളുടെ നടുവിൽ ആടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇത് വളരെ കൃത്യമായ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. സുരക്ഷിതത്വങ്ങളുടെ നടുവിൽ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടവരല്ല വിശ്വാസ സമൂഹം, മറിച്ച് അനിശ്ചിതത്വങ്ങളുടെ നടുവിൽ ദൈവരാജ്യ പ്രവർത്തനത്തിൽ വ്യാപൃതരാകുവാൻ വിളിക്കപ്പെട്ടവരാ. ഈ വിളി സ്വീകരിച്ച് അനിശ്ചിതത്തിൻ്റെയും അപകടങ്ങളുടെയും സാഹചര്യത്തിലും ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് കഴിയണം. ദൈവരാജ്യ നിർമ്മിതിക്ക് വേണ്ടി യേശുവിൻ്റെ അമ്മയാകുവാൻ വിളിക്കപ്പെട്ട കന്യകയായ മറിയയെ നമുക്ക് നോക്കാം. യേശുവിൻ്റെ അമ്മയാകുക എന്നത് സന്തോഷമാണ്, പദവിയാണ്. എന്നാൽ കന്യക ഗർഭിണിയാകുക എന്നത് ഏറ്റവും അപമാനകരമായ ഒന്നാണ്. എങ്കിലും മറിയ ഈ വെല്ലുവിളി സ്വീകരിച്ചു. മറിയ എങ്ങനെയാണ് ഈ വെല്ലുവിളി ഏറ്റെടുത്തത്? മറിയയിൽ വ്യാപരിച്ച ദൈവകൃപ വെല്ലുവിളി സ്വീകരിക്കുവാൻ മറിയയെ ധൈര്യപ്പെടുത്തി. അയോഗ്യതയുടെ മധ്യത്തിൽ ലഭിക്കുന്ന ദൈവകൃപ ദൈവത്തിൻ്റെ ദാനമാണ്. മറിയയെപ്പോലെ ദൈവകൃപ അനുഭവിച്ച അനേകരെക്കുറിച്ച് തിരുവചനം സാക്ഷിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ദുഷ്ടത വലുതായപ്പോൾ ദൈവം എടുത്ത തീരുമാനമാണ് മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കുക എന്നത്. എന്നാൽ ഈ തീരുമാനം യഹോവ എടുക്കുമ്പോൾ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഉൽപ്പത്തി 6:8. നോഹയ്ക്ക് ലഭിച്ച ദൈവകൃപയാണ് തൻ്റെ കുടുംബത്തെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് സഹായിച്ചത്. സിനായി പർവ്വതത്തിൽ മോശ ദൈവത്തോടുകൂടി ആയിരുന്നപ്പോൾ ജനം പാപം ചെയ്തു. കാളക്കുട്ടിയുടെ മുമ്പിൽ യാഗമർപ്പിച്ച് ഡാൻസ് ചെയ്ത ജനത്തെ നശിപ്പിക്കുവാൻ യഹോവയായി ദൈവം തീരുമാനമെടുത്തു. ജനത്തിൻ്റെ പാപം ക്ഷമിച്ചു കിട്ടുന്നതിന് വേണ്ടി മോശ ദൈവത്തിൽ പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം മോശയോട് പറയുന്നത്, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. പുറപ്പാട് 33:17. മോശയ്ക്ക് ലഭിച്ച ദൈവകൃപ ദൈവത്തിൻ്റെ തേജസ് കാണുക എന്നതായിരുന്നു. തനിക്ക് ലഭിച്ച ദൈവകൃപയെക്കുറിച്ചുള്ള പൗലോസിൻ്റെ സാക്ഷ്യമാണ് 1 കൊരിന്ത്യർ 15:10 ഞാനാകുന്നത് ദൈവകൃപയാൽ ആകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച ശൗൽ, സ്തെഫാനോസിൻ്റെ മരണത്തിന് സാക്ഷിയായി നിന്ന ശൗൽ ഇപ്പോൾ പറയുകയാ, ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായി തീർന്നിരിക്കുന്നു. ഞാൻ പൗലോസായി രൂപാന്തരപ്പെട്ടത് എന്നോടുള്ള ദൈവകൃപയാൽ ആകുന്നു എന്ന്. ഈ കൃപയാണ് നമുക്കും വേണ്ടത്. ഈ കൃപ അനുഭവമാക്കുമ്പോൾ ഏത് അപകട സാഹചര്യങ്ങളിലും കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ കഴിയും. ദൈവകൃപ ലഭിച്ച മറിയ ദൂതനോട് പറഞ്ഞത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. വളരെ അപമാനകരമാകാവുന്നതും ഭാവിക്ക് തന്നെ ഭീഷണിയാകാവുന്നതും ആയ അറിയിപ്പാണ് ദൂതൻ മറിയയ്ക്ക് നൽകിയത്. ഈ അറിയിപ്പ് ഏതൊരു സ്ത്രീയും നിരാകരിക്കും. എന്നാൽ മറിയ ഈ അരുളപ്പാടിന് മുൻപിൽ തന്നെ സമർപ്പിച്ചു. മറിയ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ഈയൊരു സമർപ്പണമാണ് അപമാനകരമാകാവുന്ന ദൗത്യം ഏറ്റെടുക്കുവാൻ മറിയയെ സഹായിച്ചത്. ദൈവത്തിൻ്റെ രക്ഷണീയ വേലയിൽ പങ്കുചേരുവാൻ ദൈവം മറിയ തിരഞ്ഞെടുത്തതുപോലെ കർത്താവിൻ്റെ രക്ഷണീയ പ്രവൃത്തിയിൽ പങ്കുചേരുവാൻ വിളിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കും? 1 തീമോഥെയോസ് 1:12 പൗലോസ് ഇതിന് മറുപടി നൽകുന്നുണ്ട്. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മളുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എന്നീ ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു.
കർത്താവാണ് ഈ ശുശ്രൂഷയ്ക്കായി നമ്മെ വിളിച്ചത്. അതുകൊണ്ട് ജീവിതത്തിലുണ്ടാകാവുന്ന കഷ്ടതകൾ സാരമില്ല എന്ന് എണ്ണുവാൻ നമുക്ക് കഴിയണം. അതിന് കഴിയണമെങ്കിൽ പൂർണ്ണമായ സമർപ്പണം നമുക്ക് ആവശ്യമാണ്. മറിയ പറഞ്ഞതുപോലെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ക്രിസ്തുവിനെ വഹിക്കുന്നവർ ഇന്ന് അപമാനവും പീഡനങ്ങളും അനുഭവിക്കുന്നു, ജയിലിലടയ്ക്കപ്പെടുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മിക ദർശനം ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ലോകം നമ്മെ ഏതു വിധത്തിൽ കാണുന്നു എന്നത് നമുക്ക് വിഷയമല്ല. ദൈവവും നാമും തമ്മിലുള്ള പ്രാഗൽഭ്യത്തിനാണ് ഇവിടെ പ്രസക്തി. സുവിശേഷ നിമിത്തം ലോകത്തിന് മുമ്പിൽ നാം ഒരു ചോദ്യചിഹ്നമായി മാറുമ്പോൾ മറിയെ പോലെ നമുക്കും പറയാം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ. കർത്താവേ, അപകട സാധ്യതകൾ എന്തു തന്നെയായാലും നിന്റെ രക്ഷണ പ്രവൃത്തിയിൽ പങ്കുചേരുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ.